ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ലീവിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ്, സിൽക്ക് മെറ്റീരിയലാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അതിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു സാധനമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗുങ്കുരു എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ചോദിച്ചാൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതിന് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഗുങ്കുരു എന്നാണ് പേര്. എനിക്കും പേര് അറിയണ്ടായിരുന്നില്ല. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ പേരൊക്കെ കണ്ടുപിടിച്ചത്. കണ്ടില്ലേ, ഈ കൊലുസിലൊക്കെ ഉണ്ടാവും, ഇതുപോലത്തെ ചെറിയ കുട്ടികളുടെ കൊലുസിലൊക്കെ ഉണ്ടാവുന്നില്ലേ, ഇങ്ങനെ സൗണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഐറ്റമാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഗോൾഡൻ ലേസാണ്. ഇതൊരു 1.5 സെൻറ്റിമീറ്റർ ഉണ്ട് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം. പിന്നെ നമുക്ക് ഈ ഗുങ്കുരൂസ് തുന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് സാദാ സൂചി നൂലും വേണം. അപ്പോൾ ഈ സ്ലീവിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ലേസ് ഞാനൊന്ന് തയ്ച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ ഒരു 0.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലൊരു 2 ലേസ് എടുത്ത് തയ്ച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നോർമലല്ലേ, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത്. ഇനി ആ ഗ്യാപ്പിൽ, ആ 2 ലേസിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെ ഗുങ്കുരൂസ് നമ്മൾ നോർമൽ സൂചി നൂലും വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. അപ്പം ഞാനിതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്നിങ്ങനെ കാണിക്കാം. കാരണം ഇതിനൊരു കൊളുത്ത് പോലെ ഉണ്ടാകും. ആ കൊളുത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് സൂചി കോർത്തിട്ട് തുന്നി കൊടുക്കാം. ഇപ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാകും. അതൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ്. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണിത്. നമ്മളെപ്പോഴും ഒരേ ഡിസൈൻ തന്നെ പരീക്ഷിക്കാതെ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ചെയ്യുന്നത് നല്ലതല്ലേ. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ തുന്നി കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ആ 2 ലേസിൻ്റെ നടുക്കുള്ള ആ ഒരു ഗ്യാപ്പിലും അതുപോലെ തന്നെ നമ്മൾ താഴെയായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ലേസിൻ്റെ താഴ്ഭാഗത്തും ഞാൻ ഗുങ്കുരു ഒക്കെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് തുന്നി കൊടുത്താൽ ഇങ്ങനെ കൂട്ടമായിട്ടുള്ളതുപോലെ നമുക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെ തുന്നി കൊടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ തുന്നി കൊടുക്കുക. അതായത് ഫ്രെയിമിൽ വെച്ചിട്ട്, എംബ്രോയ്ഡറി ഫ്രെയിമിൽ വെച്ചിട്ട് തുന്നി കൊടുക്കാനായിരിക്കും കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത്. മറ്റേ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും, തുന്നാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ആ ഒരു സ്ലീവിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അതായത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഔട്ട്ലൈനിൽ കൂടി കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് തുന്നാനായിട്ട് കഴിയും. കണ്ടില്ലേ, ഇതാണ് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ട്,
ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ബ്ലൗസ് നമുക്ക് സെറ്റ് സാരിയുടെ കൂടെയും അതേപോലെ സിൽക്ക് സാരിയുടെ കൂടെയൊക്കെ മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.